അത് ഒരു നാടിൻ്റെ പേര് മാത്രമല്ല, അവിടെ ജീവിക്കുന്ന നിരവധി പേർക്ക് പ്രതീക്ഷയും വേദനയും ധൈര്യവും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പേരാണ്. സമ്മാന പൊതികൾക്ക് പകരം ഭക്ഷണ പൊതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാട്, വർണ്ണതോരണങ്ങൾക്ക് പകരം ചോരയുടുപ്പുകൾ തൂങ്ങിയാടുന്ന നാട്, അനന്യമായ നെഞ്ചുറപ്പും ഉൾക്കരുത്തേകി കലാപത്തിൻ്റെ കാഹളങ്ങൾക്ക് മുന്നിൽ ചെറുത്തുനിൽപ്പിൻ്റെ വീരേതിഹാസം തീർക്കുന്ന ഫലസ്തീനിയൻ പശ്ചാത്തലത്തിൽ ഞങ്ങളൊരുക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുമ്പിലായി സമർപ്പിക്കുന്നു. ഉപ്പച്ചി ഇപ്പം മുട്ടായി വാങ്ങി വരും. ഇങ്ങള് പോയി കുട്ടിക്ക് മുട്ടായിയും വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങി വരിൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ, കുട്ടിക്ക് മിഠായിയും ഞമ്മക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നും. ഞാൻ പോയി വരാം. സാരമില്ലടാ, അന്റെ പാവക്കുട്ടിക്ക് ഒരപകടവും പറ്റില്ല. അതെടെയെങ്കിലും ഉണ്ടാകും. ബോംബിനെ പേടിക്കാൻ അതിന് ജീവനൊന്നുമില്ലല്ലോ സൂറ. അനക്ക് വേണ്ടി അതെടെയെങ്കിലും കിടക്കുന്നുണ്ടാകും. ഉമ്മ, ഓളോട് സത്യം പറയുമ്മ. എല്ലാം പോയി. ഉപ്പ, വീട്, നമ്മുടെ എല്ലാം. അമ്മതേ, ഈ കുഞ്ഞന്റെ മുന്നിൽ വെച്ച് ഇജെന്തൊക്കെ പറയണേ? ഈ കല്ലും മണ്ണും മാത്രമേ ബാക്കിയുള്ളൂന്ന് ഓളോട് പറയാനാവോ? ഓക്ക് വിഷമാവൂലേ? പിന്നെ ഞാൻ എന്തു പറയണം? ഇന്നലെ വരെ നാം ഒരുമിച്ചിരുന്ന് ചിരിച്ച വീടാണിത്. ഇപ്പോൾ ഒരു കുഴി മാത്രം. ഇനി ഇവിടെ എന്ത് സ്വപ്നമാണ് നമുക്ക് ബാക്കിയുള്ളതുമ്മ? ബാക്കിയുണ്ട് മോനെ. ഈ മണ്ണും ഞമ്മളെ വിയർപ്പും രക്തവും അന്റെ ബാപ്പയുടെ ഓർമ്മയും. നമ്മളിവിടെ ഇനിയും വീട് പണിയും. വീടോ? ആരാണുമ്മ നമുക്ക് വീട് തരുന്നത്? ഓരോ തവണ നമ്മൾ വീട് പണിയുമ്പോഴും അവരത് തകർക്കും. നമ്മുടെ ഈ ദയനീയ അവസ്ഥ ലോകം മുഴുവൻ കണ്ടതാണ്. ആരും നമുക്ക് വേണ്ടി സംസാരിക്കില്ല. ലോകം സംസാരിക്കാൻ ഞമ്മൾ കാത്തു നിൽക്കണോ? ഞമ്മൾ സംസാരിക്കും. ഈ മണ്ണിൽ ഉറച്ചു നിന്ന് ഞമ്മളിവിടെ വീണ്ടും വിത്ത് വിതയ്ക്കും. എന്റെ പൊന്നുമോൾക്ക് പുതിയൊരു പാവക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കും, മണ്ണിന്റെ പാവക്കുട്ടി. അപ്പോൾ അതാ മണ്ണിനെ വിട്ടുപോവൂല. ഇല്ല മോളെ, ഓക്ക് പേടിയില്ല. കാരണം ഓളി മണ്ണിന്റെ മകളാണ്, ഈ ഗസയുടെ മകൾ. ഞമ്മളും പേടിക്കില്ല. അമ്മതേ, ഇജ്ജെണീക്ക്. അന്റെ കാല് മുറിഞ്ഞാലും അന്റെ മനസ്സ് മുറിയരുത്. നമുക്ക് പോകാനുള്ള ദൂരം വളരെ ഏറെയാണ്. നമ്മൾ ഒരുമിച്ച് നടക്കണം. മതി മതി, ഒരാൾക്കൊന്ന്. അടുത്താള് വാ. വാ മക്കളെ, നമുക്കിത് കഴിക്കാം. മോള് വാ, ഉമ്മ ഭക്ഷണം തരാം.
ഉമ്മച്ചിയുടെ പൊന്നു മോളല്ലേ, വാ ഉമ്മച്ചി അമ്പിളി മാമനെ കാട്ടിത്തരാലോ. ദാ നോക്കിയേ അമ്പിളി മാമൻ, മോളിത് കഴിക്കേ. മോള് വാ, ഞമ്മക്ക് ഉപ്പച്ചീൻ്റെ അടുത്തേക്ക് പോകാം. പക്ഷേങ്കില് മോള് ഭക്ഷണം കഴിക്കണം. സുഹറ, ഈ വേഗം ഭക്ഷണം കഴിക്കി, അല്ലെങ്കിൽ ആ രാക്ഷസ പക്ഷികൾ ഞമ്മളെ കൊത്തി വിഴുങ്ങും. മോളെ സുഹറ, എന്റെ പൊന്നു മോളെ. സുഹറ, ഇനി എനക്കെന്നും ഉപ്പാനെ കാണാ, ഉപ്പാന്റെ ഒപ്പം കഴിയാ. കാണാതെ പോയ എന്റെ പാവക്കുട്ടിയെ ഉപ്പച്ചി എടുത്തു തരും. ഉപ്പാനെ കാണുമ്പോൾ എന്റെ പൊന്നു മോള് ഉപ്പയോട് ഉമ്മച്ചിയുടെ സലാം പറയണേ. തിരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരയ്ക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം. കുതിസിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നേ, വിരിയും മുന്നേ വിട ചൊല്ലിയതും കണ്ടില്ലേ ശൂന്യമായി ഗാസ ഇന്ന്. ഗാസ തെരുവും ചിരി തൂകുന്നുണ്ട്, പറുദിസ കണ്ട മതി